അഘോരി, ദ സീക്രട്ട് ഓഫ് ടൈം ആൻഡ് ക്രൈം. അകലെ താഴെ ഹിമാലയ മലഞ്ചെരുവിലെ പാതയോരത്ത് ത്രയംബക മഹാരാജ് ബാബ മറ്റു 2 പേരോടൊപ്പം മൃതദേഹത്തിനരികിൽ നിൽക്കുന്നു. ശ്രദ്ധിച്ചു നോക്കിയപ്പോൾ ഒരു കാൽ മൃതശരീരത്തിലില്ല. ബാബ മറ്റേ കാലിലെ മാംസം വലിയൊരു കത്തി കൊണ്ട് മുറിച്ചെടുത്ത് ഒരു ശിഷ്യന്റെ കയ്യിലെ തലയൊട്ടിയിലേക്കിട്ടു. അഘോരം, അത് നമ്മിലെ കുഞ്ഞിന്റെ നിഷ്കളങ്കതയിലേക്കുള്ള തിരിച്ചുപോക്കാണ്. അതെ, അതിനിഗൂഢമായ എന്തോ ഒന്ന്. അതാണ് നമ്മെ അഘോരി എന്ന ശ്രീധരൻ നമ്പൂതിരി എഴുതിയ നോവലിലേക്ക് വലിച്ചടുപ്പിക്കുന്നത്. ഓം പരമോര പരമേശ്വര ശ്രീലാംബ ഗുരുപാദകം പൂജയാണ്. സ്നേഹസ്വരൂപരായ എല്ലാ ഉപാസകർക്കും ദേവി ഉപാസകർക്കും സ്വാഗതം. ലളിതാ സഹസ്രനാമ ജപയജ്ഞത്തിലേക്ക് സ്വാഗതം. ഇന്ന് പറയുന്ന നാമം ഈ പഞ്ചകോശ കുണ്ടലിനി വ്യാഖ്യാനത്തിലൂടെ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്ന നാമം നവവിദ്രുമ ബിംബശ്രീ ഞെക്കാരി ദശനച്ഛത എന്നുള്ള നാമമാണ്. ഇതിന്റെ അന്നമയ കോശത്തിലെ അർത്ഥം എന്ന് പറയുന്നത് നവവിദ്രുമ ബിംബശ്രീ എന്ന് പറയാൻ ഉദ്ദേശിക്കുന്നത് പുതുതായിട്ടുള്ള വിദ്രുമം എന്ന് പറഞ്ഞാൽ പവിഴം. അപ്പൊ ആ പുതുതായിട്ടുണ്ടായിട്ടുള്ള പവിഴം, അങ്ങനെയുള്ള ആ പവിഴത്തിന്റെ ഐശ്വര്യം, കാന്തി, ശ്രീ. അപ്പൊ അത് മാത്രമല്ല, മറ്റൊന്നും കൂടെ ഇവിടെ ഋഷി പറയുകയാണ്, ബിംബശ്രീ, ബിംബപ്പഴം. കോവൽപ്പഴത്തിന് പണ്ട് കവികൾ പറയാറുണ്ട്. ഈ കോവൽപ്പഴത്തിന്റെ ഭംഗി ചുണ്ടിന് ഉപമിച്ച് പറയാറുണ്ട്. നല്ല ചുമന്ന കോവൽപ്പഴത്തിന്റെ ഭംഗി, നല്ല ഭംഗിയാണല്ലോ. അത് ദേവിയുടെ ചുണ്ട്. അതിനെ നഗരീകരിക്കുന്ന, അല്ലെങ്കിൽ ഞെക്കാരി, അതിനെ അധകരിക്കുന്ന, അതിന്റെ ഭംഗി വളരെ ചെറുതാണ്. ഈ തൊണ്ടിപ്പഴത്തിന്റെയും ഈ കോവൽപ്പഴത്തിന്റെയും അല്ലെങ്കിൽ ഈ പുതിയ പവിഴത്തിന്റെയും ചുവന്ന കളറാണ്. പുതിയ പവിഴത്തിന് ഇതിനും ചുവന്ന കളറാണ്. അപ്പൊ ഇതിനെയൊക്കെ നാണിപ്പിക്കുന്ന രീതിയിലുള്ള സൗന്ദര്യമാണ് ദേവിയുടെ ഞെക്കാരി ദശനച്ഛത. ദശനം എന്ന് പറഞ്ഞാൽ പല്ലുകളാണ്. അതിനെ മറയ്ക്കുന്നത്, പല്ലിനെ മറയ്ക്കുന്നത് എന്താണ്? ചുണ്ടാണ് എന്ന് പറയാം. അപ്പൊ അത്രയും മനോഹരമായ ചുണ്ടുകളുള്ളവളാണ് ദേവി. ചുണ്ടിന്റെ സൗന്ദര്യത്തിന് ഭയങ്കര പ്രത്യേകതയുണ്ട്. ആളുകളിലെ കാമകലയെ ഉണർത്താൻ അതിന് സാധിക്കും. ദേവി 64 കാമകലകളായി പ്രപഞ്ചം മുഴുവൻ നിറഞ്ഞു നിൽക്കും. സൃഷ്ടിയുടെ ആരംഭം ഈ കാമത്തിലൂടെയാണ്. അപ്പം കുണ്ടലിനി ശക്തി, ഈ കാമം എന്ന് പറയുന്നത് തന്നെയാണ് കുണ്ടലിനി ശക്തി. ഒരു കുട്ടിയെ സൃഷ്ടിക്കപ്പെടുന്നത് അങ്ങനെയാണ്. സൃഷ്ടിയുടെ ആരംഭം അവിടെയാണ്. അപ്പൊ ആ കുട്ടി പരിപോഷിക്കപ്പെടുന്നതും ചുണ്ടുകളിലൂടെ, മുലപ്പാലുകളിലൂടെയാണ് അമ്മയുടെ. അപ്പൊ സൃഷ്ടിക്ക് പ്രധാനമാണ് ഇത് ചുണ്ട്. അപ്പം സൃഷ്ടി അവിടെ അതിന് കാരണമാകുന്നുണ്ട്. കാമകല ഉണർത്താന്ന് പറഞ്ഞു. ആ കാമം എന്ന് പറയുന്നത് കുണ്ടലിനി ശക്തിയുടെ ഉണർച്ചയാണ്. ആ കാമം തന്നെയാണ് സഹസ്രാരത്തിലേക്ക് വരുമ്പോൾ സ്പിരിച്വൽ എനർജി നമ്മൾ വിളിക്കുന്നത്. സൃഷ്ടികർമ്മത്തിന്റെ അതേ എനർജി തന്നെയാണ്. ഒരു
കുണ്ടലിനി ഉണർന്നിട്ടുള്ള ശരിയായ രൂപത്തിൽ ഉണരുന്ന സാധകർ, നമ്മുടെ ഗ്രൂപ്പിൽ തന്നെയുള്ള സാധകർ, പല ആളുകളുടെ അനുഭവങ്ങൾ സെയിമാണ്. അപ്പോൾ അവർക്ക് നല്ല രീതിയിൽ റൈസ് ചെയ്തിട്ടുള്ള ആളാണെങ്കിൽ അവർക്ക് ഈ ഒരു പോൺ വീഡിയോ ഒക്കെ കണ്ടു കഴിഞ്ഞാൽ അവരുടെ ലൈംഗികാവസ്ഥ പുരുഷന്റെ ഉദ്ധരിക്കുമെങ്കിലും ഉടനെ തന്നെ ഇത് സഹസ്രാരത്തിലേക്ക് കയറുന്നതിനാൽ അത് ഡൗൺ ആവും. എന്നിട്ട് ആ ഊർജ്ജ സഹസ്രാരത്തിലേക്ക് കയറുകയാണ് ചെയ്യുന്നത്. അപ്പൊ കാമകല എന്ന് പറയുന്നത് തന്നെയാണ് ആത്മീയ ഊർജമായി പരിണമിച്ച് സഹസ്രാരത്തിലേക്ക് വന്ന് സമാധിയെ പ്രാപിക്കാൻ കാരണമാകുന്നത്. അപ്പൊ സൃഷ്ടി, സ്ഥിതി, സംഹാരം, തിരോധാനം, അനുഗ്രഹം, ഇതാണ് ഈശ്വരന്റെ കർമ്മം. പഞ്ചകൃത്യങ്ങളാണ് ഈശ്വരനുള്ളത്. ആ പഞ്ചകൃത്യങ്ങളുള്ള ആളാണ് ഈശ്വരൻ. ഈ പഞ്ചകൃത്യങ്ങളാണ് ഈ പറയുന്നത്. അപ്പൊ സൃഷ്ടി, സ്ഥിതി, മന്ത്രങ്ങളാണ് സ്ഥിതിയെ നിയന്ത്രിക്കാൻ മന്ത്രങ്ങൾക്ക് പറ്റും. അപ്പൊ ഇവിടെ മന്ത്രം എന്താണ്? അടുത്ത നാമത്തില് ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപംക്തി ദ്വയോജ്വല എന്നുള്ള നാമത്തില് ഷോഡശി മഹാമന്ത്രത്തെയാണ് സൂചിപ്പിക്കുന്നത്. 16 അക്ഷരമുള്ള മന്ത്രമാണ് ഷോഡശി മന്ത്രം. ബാല കഴിഞ്ഞ് പഞ്ചദശി കഴിഞ്ഞ് ഷോഡശിയിലേക്ക് വരുന്നത്. കാരണം 16 32 പല്ലുകളാണ് ഒരു മനുഷ്യനുള്ളത്. അവയെ ശുദ്ധവിദ്യ അങ്കുരമായ ദേവിയുടെ പല്ലുകളെ മന്ത്രങ്ങളായി ഉപമിച്ചിരിക്കുകയാണ് ഋഷി. ആ മന്ത്രങ്ങളെ മറച്ചു പിടിക്കുന്നത് ചുണ്ടുകളാണ്. ചുണ്ടുകൾ അനങ്ങുമ്പോഴാണ് മന്ത്രം പുറത്തേക്ക് വരുന്നത്. ചുണ്ടുകളില്ലെങ്കിൽ മന്ത്രം ജപിക്കാൻ സാധിക്കില്ല. അപ്പൊ മന്ത്രത്തിന്റെ സൃഷ്ടിയുടെയും തുടക്കം അവിടെ തന്നെയാണ്, പ്രാണമയ കോശത്തിലെ അർത്ഥത്തിലേക്ക് വരുമ്പോൾ. അല്ലെ? ഇപ്പൊ അന്നമയമാണ് ആദ്യം പറഞ്ഞത്, ദേവിയുടെ രൂപം. പ്രാണമയത്തില് കുണ്ടലിനി പരമായ ഊർജം പ്രവർത്തിക്കുന്ന അവസ്ഥയാണ് പ്രാണമയ കോശം. കുണ്ടലിനിയാണ് പ്രധാനം. അപ്പോൾ കാമകലയുടെ കാര്യം ഞാൻ പറഞ്ഞ അവിടെ സൃഷ്ടി അവിടെ നടക്കുന്നു, സ്ഥിതിയും അവിടെ നടക്കുന്നു. മന്ത്രം ജപിക്കുമ്പോൾ സൃഷ്ടി, സ്ഥിതി, സംഹാരം, പല്ലുകൾ സംഹരിക്കാനുള്ള. പഠിച്ച് ദേഷ്യം വരുമ്പോഴും അത് തമോ ഗുണം വരുമ്പോഴും അത് വരും. പല്ല് കടിക്കും, പല്ലുകൾ ഉപയോഗിക്കും. പല്ലുകൾ അതുപോലെ തന്നെ എന്തെങ്കിലുമൊക്കെ നശിപ്പിച്ചിട്ടാണ് നമ്മൾ ദഹിപ്പിക്കുന്നത്. എന്തെങ്കിലും ഒരു പഴമൊക്കെ കടിച്ച് മുറിച്ച് നശിപ്പിച്ച് കഴിയുമ്പോഴാണ് അകത്തേക്ക് വരുന്നത്. മൃഗങ്ങളായാലും നശിപ്പിക്കാൻ വേണ്ടി, കൊല്ലാൻ വേണ്ടി പല്ലിനെ ഉപയോഗിക്കാറുണ്ട്. ആക്രമിക്കാൻ പല്ലും നഖവും ഉപയോഗിച്ചുള്ള ആക്രമണം. അപ്പോൾ സംഹാരത്തെ സൂചിപ്പിക്കണം. സൃഷ്ടി, സ്ഥിതി, സംഹാരം. നെക്കാരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഉള്ള വാക്കിന്റെ അർത്ഥം തിരോധാനം എന്നൊരു അർത്ഥമുണ്ട്. ആ തിരോധാനത്തിലൂടെ പിന്നെ ചെല്ലുന്ന എങ്ങനെയാണ്? നവവിദ്രുമ ബിംബശ്രീ. ശ്രീ എന്ന് പറഞ്ഞ ഐശ്വര്യമാണ്, അനുഗ്രഹമാണ്. അനുഗ്രഹത്തിന്റെ റിസൾട്ടാണ് ഐശ്വര്യം. ഈശ്വരൻ തിരോധാനത്തിലൂടെ അനുഗ്രഹത്തിലേക്ക് വരുമ്പോൾ ഉണ്ടാകുന്ന ഫലമാണ് ഐശ്വര്യം. അതാണ് ത്രിപുരസുന്ദരി. ആ ഐശ്വര്യത്തിന്റെ ബിംബം, മൂർത്തിമത് ഭാവമാണ് ത്രിപുരസുന്ദരി. ബിംബശ്രീ, നവവിദ്രുമ ബിംബം. പുതുതായിട്ട് സൃഷ്ടിക്കപ്പെടുന്ന വീണ്ടും സൃഷ്ടി അവിടെ നടക്കുന്നു. എങ്ങനെ? രജോ ഗുണത്തില്. രജോ ഗുണത്തിലാണ് ദേവി സൃഷ്ടി കർമ്മം നടത്തുന്നത്. നമുക്കൊരു രജത്തിൽ നിന്നുണ്ടായത് രജം. ആഗ്രഹമുണ്ടെങ്കിൽ സൃഷ്ടി ഉണ്ടാകത്തുള്ളൂ. അത് ഇച്ഛാശക്തി, ജ്ഞാനശക്തി, ക്രിയാശക്തി എന്ന് പറയുന്നത്. അപ്പോൾ ആ സൃഷ്ടികർമ്മം നടക്കുന്നതിന് ശുദ്ധമായ രീതിയിൽ പ്രവർത്തിക്കാൻ ദേവിക്ക് സാധിക്കും. ശുദ്ധവിദ്യ എന്ന് പറയുന്നത് അതുകൊണ്ടാണ്. ശുദ്ധ അധ്വ, അശുദ്ധ അധ്വ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഷഡധ്വങ്ങൾ പറയുമ്പോൾ അത് പറയാം. അപ്പൊ ഇവിടെ പ്രാണമയ കോശത്തിലെ കുണ്ടലിനി അർത്ഥമാണ് ഞാൻ പറഞ്ഞത്. അവിടെ ബിംബമായി, ഐശ്വര്യത്തിന്റെ ബിംബമായി പ്രവർത്തിക്കുന്ന ഒരു ഇമോഷണലായിട്ടുള്ള ആനന്ദമുണ്ടാക്കുന്ന ഒരു ബിംബം, കോൺഫിഡൻസ് ഉണ്ടാക്കുന്ന ഒരു ബിംബം നമ്മുടെ ബ്രെയിൻ കെമിക്കൽസുകൾക്ക് ഉണ്ടാക്കി തരാൻ. ബിംബം എന്ന് പറഞ്ഞാൽ ആർക്കിടൈപ്പ് എന്ന് നമ്മൾ പറയുന്നത് ഈ ബിംബത്തിനെയാണ്. അത് ഐശ്വര്യമുള്ള ഒരു ആർക്കിടൈപ്പായിട്ട്
ബിംബമായിട്ട് പ്രവർത്തിക്കാൻ മനോമയ കോശത്തിലെ ദേവിക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് പ്രാണനെ നിയന്ത്രിക്കാൻ സാധിക്കും. പ്രാണനെ നിയന്ത്രിക്കുന്ന സ്റ്റിയറിംഗ് ആയിട്ടാണ് മൈൻഡിനെ നമ്മൾ തന്ത്രത്തിൽ ഉപയോഗിക്കുന്നത്. ജീവിത വിജയത്തിന് ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. എല്ലാ കാര്യത്തിലും ഉപയോഗിക്കുന്നത് അങ്ങനെയാണ്. ശരിക്കും പ്രാണനെ നിയന്ത്രിക്കുന്ന ബിംബം സ്റ്റിയറിംഗ് പോലെ ഉപയോഗിക്കുന്ന ആർക്കിടൈപ്പ് വഴിയാണ് ആളുകളുടെ ഇമോഷൻ മാറുന്നത്. നമ്മൾ നല്ലൊരു പാർട്ടിയിൽ ഭയങ്കരമായിട്ട് ചില്ല് ചെയ്ത് എൻജോയ് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ഏറ്റവും ബുദ്ധിമുട്ടിച്ച ഒരു ശത്രു അവിടെ വരെ വന്നു പോകും. അയാൾ നമ്മളെ കണ്ടിട്ടില്ല എങ്കിൽ പോലും നമ്മൾ ഡൗൺ ആവും. കാരണം ആ വ്യക്തിയുടെ ബിംബം നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ബ്രെയിൻ കെമിക്കൽ ചേഞ്ച്, ഇമോഷണൽ ചേഞ്ച്, അതാണ് നമ്മുടെ എനർജിയെ ചോർത്തിക്കളയുന്നത്, പ്രാണനെ ചോർത്തിക്കളയുന്നത്. എന്നാൽ പ്രാണനെ തരാൻ നമ്മളെ ഇഷ്ടപ്പെട്ട അവർക്ക് ഒരു സുഹൃത്ത്, ഒരു കാമുകി, അവൾ എവിടെ ആയിരുന്നു, അവളെ അന്വേഷിച്ച് നമ്മളിങ്ങനെ നടക്കുമ്പോൾ എളുപ്പം അവളെ കാണുന്നു. തപ്പിക്കൊണ്ടിരിക്കുകയാണ് കുറേ നേരമായിട്ട്. അപ്പോൾ വന്നു. അപ്പോൾ നമുക്ക് അല്ലെ കാമുകൻ, നമുക്കുണ്ടാകുന്ന അവരുടെ ആ പിക്ചർ നമ്മുടെ ഉള്ളിൽ, അവരെ കാണുമ്പോൾ തന്നെ നമ്മുടെ ഉള്ളിൽ ആനന്ദം ഉണ്ടാവുകയാണ്. അപ്പോൾ അവിടെ ഈ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്യാൻ ഈ ബിംബത്തിന്, ദേവിയുടെ ബിംബത്തിന്, ഐശ്വര്യമുണ്ടാക്കി തരാൻ പറ്റുന്ന ബിംബത്തിന് സാധിക്കുന്നു. മനോമയ കോശത്തിലെ ആനന്ദം ഉണ്ടാക്കുവാൻ മഹാത്രിപുരസുന്ദരി ദേവിക്ക് സാധിക്കുന്നു, ആ ബിംബത്തിന് സാധിക്കുന്നു. അതിലൂടെ പ്രാണമയ കോശത്തിൽ ശ്രീചക്രം ഉണ്ടാക്കി ഡെവലപ്പ് ചെയ്യാനായിട്ട് സാധിക്കുന്നു. ഇതൊക്കെ ഇൻഡയറക്ട്ലി ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. അതിന് പറ്റുന്ന ബിംബമാണ് ദേവി. എല്ലാ രീതിയിലും ദേവിയെ വർണ്ണിക്കാം, ദേവിയുടെ ആനന്ദത്തെ വർണ്ണിക്കാം, ദേവിയുടെ രൂപത്തിൻ്റെ ഭംഗിയെ വർണ്ണിക്കാം. ആ രൂപഭംഗി നമ്മുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ആനന്ദമുണ്ട്. ആ ആനന്ദം സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് ഈ വ്യക്തമായ രീതിയിൽ ഇങ്ങനെയുള്ള ലോകത്തിലെ ഏറ്റവും മികച്ചതായിട്ടുള്ള മനോഹരമായിട്ടുള്ള വസ്തുക്കളെയും കാര്യങ്ങളെയും ദേവിയുടെ രൂപവുമായിട്ട് കണക്ട് ചെയ്ത് പറയുന്നത്. ദേവിയുമായിട്ടൊരു സ്നേഹബന്ധം ഉണ്ടാക്കിക്കൊണ്ട് നമ്മുടെ ഉപാസന മുന്നോട്ട് പോയെങ്കിൽ മാത്രമേ അതിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. പല ആളുകൾക്കും ഇത് സാധിക്കുന്നില്ല. അവർ പറയും, സാറേ പണ്ട് ഉപാസന തുടങ്ങിയ സമയത്ത് അങ്ങോട്ട് വന്നപ്പോൾ ഉണ്ടായ മാറ്റമൊക്കെ എന്ന് പറഞ്ഞാൽ ഭയങ്കരമായിരുന്നു, ഭയങ്കര സൂപ്പറായിരുന്നു. കുറേ നാള് എനിക്ക് ജോലിയിൽ സ്ഥാനക്കയറ്റം കിട്ടി, അല്ലെ ജോലി കിട്ടി, കല്യാണം കഴിഞ്ഞു, കുട്ടികളായി, അതായി ഇതായി മറ്റേ, പക്ഷേ ഭയങ്കര ഗുണങ്ങൾ എനിക്ക് കിട്ടി. പക്ഷെ ഇപ്പോൾ ആ ഒരു ഗ്രോത്ത് ഇല്ല. ഇപ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുകളൊക്കെ വരുന്നുണ്ട്. ജപം ഞാനിപ്പോൾ നേരത്തേലും കൂട്ടിയിട്ടുണ്ട്, പണ്ടത്തേലും. അപ്പോൾ ജപിക്കാത്തത് കൊണ്ടല്ല, പിന്നെന്തുകൊണ്ടാണ് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. എന്താണ് കാരണം എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ഇങ്ങനെ പറയുന്ന പലരുമുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് പറഞ്ഞാൽ ഈ പറയുന്ന ഐശ്വര്യത്തിൻ്റെ ബിംബമായ ത്രിപുരസുന്ദരി ദേവിയുടെ രൂപത്തെ കൃത്യമായ രീതിയിൽ ഉൾക്കൊണ്ടുകൊണ്ട് അതിനെ ഒരു വെറും രൂപമായിട്ട് കാണാതെ ശരിക്കും ജീവനുള്ള ഒരു വ്യക്തിയായി തന്നെ കണ്ട് ആ വ്യക്തിത്വത്തെ സ്നേഹിക്കാനും ബഹുമാനിക്കാനും ഇഷ്ടപ്പെടാനും നമുക്ക് സാധിക്കുന്നില്ല അന്നത്തെ പോലെ എന്നുള്ളതാണ് സത്യം. എവിടെയോ വെച്ച് നമ്മളുടെ ആ ആത്മാർത്ഥത, ആ സ്നേഹബന്ധം, ആ വിശ്വാസം, ആ സമർപ്പണം കയ്യിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയി. എവിടെയോ ഞാൻ എന്ന വ്യക്തി കയറി വന്നു. എനിക്കിതൊക്കെ ശരിയാക്കാൻ പറ്റുമോ? ഞാൻ എങ്ങനെ ഇത് ശരിയാക്കും? കാരണം എനിക്കൊരുപാട് പരിമിതികളുണ്ട്. എൻ്റെ പേഴ്സണാലിറ്റിക്ക് ഒരുപാട് പരിമിതികളുണ്ട്, ഒരുപാട് പരാജയ ഭീതികളുണ്ട്, പരാജയ അനുഭവങ്ങൾ എൻ്റെ മനസ്സിൽ റെക്കോർഡ് ചെയ്ത് കിടപ്പുണ്ട്. അപ്പം ഞാൻ ഇറങ്ങുമ്പോൾ ഇത് വിജയിക്കുമോ പരാജയപ്പെടുമോ എന്നുള്ള ഭയം ഉണ്ടാകുക സ്വാഭാവികമാണ്. അപ്പം നേരത്തെ ദേവിയായിരുന്നു ഇതെല്ലാം ഏറ്റെടുത്തിരുന്നത്. നമുക്കൊരു പ്രശ്നം വന്നു, നമ്മൾ ഹീൽ ചെയ്തു, മാറി, മന്ത്രദീക്ഷ എടുത്തു, ഉപാസന സ്റ്റാർട്ട് ചെയ്തു, ജപിക്കുന്നു. നീ അല്ലെങ്കിൽ ശരി ഏതെങ്കിലും അമ്പലത്തിൽ പോയി, ചോറ്റാനിക്കര പോയി, കൊടുങ്ങല്ലൂർ പോയി ദേവിയെ ആയിട്ടൊരു കണക്ഷൻ കിട്ടി, നല്ല രീതിയിൽ ജപിച്ചു കഴിഞ്ഞപ്പോൾ നമ്മുടെ പ്രശ്നങ്ങൾ മാറി. അപ്പോൾ അന്ന് ഭയങ്കര വിശ്വാസവും സ്നേഹവും സമർപ്പണവും ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പോൾ നമ്മൾ വീണ്ടും വിചാരം ചെയ്യണം, ഇപ്പം നമുക്ക് അന്നത്തെ പോട്ടുള്ള സമർപ്പണവും വിശ്വാസവും ഉണ്ടോ?
അതെവിടെയോ വെച്ച് നമുക്ക് കൈമോശം വന്നു, ജപം യാന്ത്രികമായി പോയി. റെയിൽവേ ട്രാക്ക് നമ്മൾ കൂട്ടിമുട്ടാത്ത കൂട്ട് ഒരു സൈഡിൽ ഇങ്ങനെ ജപം നടക്കും, മറ്റേ സൈഡിൽ പല ചിന്തകൾ വന്നുകൊണ്ടിരിക്കും. അപ്പോൾ സമർപ്പണവും വിശ്വാസവും അവിടെ വരുന്നില്ല എന്നുള്ളതാണ്. അപ്പം നമ്മൾ പല രീതിയിൽ റീകണക്ട് ചെയ്തുകൊണ്ടിരിക്കണം. ആചാര്യന്മാരെ കാണണം, ക്ഷേത്രങ്ങളിൽ പോകണം, എന്തെങ്കിലുമൊക്കെ ഒന്ന് ഷഫിൾ ചെയ്യണം. നമ്മൾ ഈ മീനെ പിടിക്കാൻ വേണ്ടി ആൾക്കാരെ കുളം ഒന്ന് കലക്കും. അപ്പോൾ ഈ മീനൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ട് ഓടുമ്പോൾ കാണാൻ പറ്റും, അപ്പോൾ കയറി പിടിക്കും. മറ്റേത് അറിയത്തില്ല, അതിങ്ങനെ അവിടെ എവിടെ പങ്ങിയിരിക്കുമായിരിക്കും എന്ന് പറയുന്ന പോലെ നമ്മൾ നമ്മളെ ഇട്ടൊന്ന് ഇളക്കണം ഇടയ്ക്ക്. അങ്ങനെ ഇളക്കിയെങ്കിൽ മാത്രമേ നമ്മൾ എവിടെ നിൽക്കുന്നു എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ, നമ്മളെ ഈഗോ എവിടെ നിൽക്കുന്നു. എപ്പോഴും നമ്മളൊരു വിജയം ഉണ്ടാകുമ്പോൾ വളരെ പ്രാർത്ഥിച്ചും കരഞ്ഞും ഒരുപാട് പേരുടെ സഹായത്തോടു കൂടിയൊക്കെയാണ് നമ്മളൊരു വിജയം ഉണ്ടാക്കുന്നത്. പക്ഷെ വിജയം ഉണ്ടായി കഴിയുമ്പോൾ അതിൻ്റെ ക്രെഡിറ്റ് എല്ലാം നമ്മളിഞ്ഞെടുക്കും, നമ്മുടെ മൈൻഡ് എടുക്കും. ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടല്ലേ, ഞാൻ എഫർട്ട് ഇട്ടുകൊണ്ടല്ലേ വിജയിച്ചത് എന്ന് ചോദിക്കും. അപ്പോൾ അവിടെ അർജുനും കൃഷ്ണനും കൂടെയുള്ള രംഗം ഓർമ്മ വരുന്നത്. മഹാഭാരത യുദ്ധം വലിയ യുദ്ധം കഴിഞ്ഞു, ലക്ഷക്കണക്കിന് ജീവിതങ്ങൾ ഹോമിക്കപ്പെട്ടു. അവസാനം വിജയിച്ചത് അർജുനനും കൃഷ്ണനും അടങ്ങുന്ന പാണ്ഡവ പക്ഷമാണ്. കുറച്ചുപേര് മാത്രമേ ബാക്കിയായിട്ടുള്ളൂ. ഭൂരിപക്ഷം വരുന്ന ആളുകളൊക്കെ മരിച്ചു പോയിട്ടുണ്ട് രണ്ടു കൂട്ടരുടെയും. മറ്റേ കൂട്ടരില്ല, ഇവരുണ്ട്, പക്ഷെ കുറച്ചുപേരേ ഉള്ളൂ. അങ്ങനെ തേര് കൊണ്ടുവന്ന് നിർത്തി. അവസാനം യുദ്ധം കഴിഞ്ഞ് ലാസ്റ്റ് ദിവസം യുദ്ധം തീർന്നു, പ്രഖ്യാപിച്ചു. വെളിയിലോട്ട് ഇറങ്ങാനായിട്ട് തേര് കൊണ്ടു നിർത്തി. അപ്പോൾ അർജുനാണ് വില്ലാളിയായിട്ടിരിക്കുന്നത്, തേര് തട്ടിൽ നിൽക്കുന്നത്. കൃഷ്ണൻ ഫ്രണ്ടിൽ തേരാളിയാണല്ലോ. അപ്പോൾ അർജുൻ ഇങ്ങനെ വെയിറ്റ് ചെയ്യുകയാണ്. ആര്? കൃഷ്ണൻ ഇറങ്ങാൻ വേണ്ടി. കൃഷ്ണൻ അർജുനൻ ഇറങ്ങാൻ വേണ്ടി വെയിറ്റ് ചെയ്യുകയാണ്. അപ്പോൾ കൃഷ്ണൻ നോക്കിയിട്ട് പറഞ്ഞു, എന്താണ് അർജുന, ഇറങ്ങ്. അനക്കമില്ല. കാരണം എന്താ? ഈ മഹാഭാരത യുദ്ധമൊക്കെ ജയിച്ചത് ഞാനാണ്. പ്രോട്ടോകോൾ പ്രകാരം ഡ്രൈവറാണ് ആദ്യം ഇറങ്ങി ഡോറ് തുറന്നു കൊടുക്കേണ്ടത്. അപ്പോഴാണ് തേരാളി അല്ലെങ്കിൽ മെയിനായിട്ടുള്ള തേരിൻ്റെ ഉടമസ്ഥൻ അല്ലെങ്കിൽ അതിൽ യുദ്ധം ചെയ്യുന്ന ആൾ പിന്നീടാണ് ഇറങ്ങുന്നത്. വിജയശ്രീയിലാണ് അതിനായി വന്നിരിക്കുകയാണ്. അപ്പോൾ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റൊക്കെ പുള്ളിയുടെ ഉള്ളിൽ ഉണ്ടെന്നുള്ളതാണ്. അതുകൊണ്ട് കൃഷ്ണൻ ആണ് പ്രോട്ടോകോളും പ്രകാരം തുറന്നു കൊടുക്കേണ്ടത് എന്ന് ഓർമ്മിപ്പിക്കുകയാണ് അർജുനൻ. അപ്പോൾ ഓർമ്മിപ്പിക്കുമ്പോൾ കൃഷ്ണൻ പറയാണ്, അതൊക്കെ പ്രോട്ടോകോളൊക്കെ അവിടെ നിൽക്കട്ടെ, ഇപ്പം ഞാൻ പറയുന്ന കേൾക്ക്, നീ താഴോട്ടിറങ്ങ, നീ അങ്ങോട്ട് ആദ്യം ഇറങ്ങ. അല്ല എന്നാലും കൃഷ്ണൻ അത് ശരിയല്ലല്ലോ, തേരാളിയല്ലേ ഇറങ്ങി ചെയ്യേണ്ടത്, കൃഷ്ണൻ അങ്ങ് ഇറങ്ങ. നമ്മൾ ഇത്രയും വിജയമൊക്കെ ജയിച്ച് വന്നതല്ലേ, അപ്പം കൃഷ്ണൻ അങ്ങോട്ട് ഇറങ്ങി ചെയ്യാതെ. അതാണ് എൻ്റെ രീതി, അതാണ് എൻ്റെ ന്യായം. കൃഷ്ണൻ ദേഷ്യപ്പെട്ടു. കൃഷ്ണൻ ദേഷ്യപ്പെട്ടു എന്ന് വെച്ചാൽ സ്ട്രോങ് ആയിട്ട് പറഞ്ഞു, നിന്നോടല്ലോ പറഞ്ഞു ഇറങ്ങാൻ മര്യാദയ്ക്ക്, അത് കഴിഞ്ഞ് ഞാൻ ഇറങ്ങത്തുള്ളൂ, ഇന്നിപ്പോൾ ഇങ്ങനെ അങ്ങോട്ട് ഇറങ്ങും. അങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് കൃഷ്ണൻ വലിയ പുള്ളിയാണെന്നറിയാമല്ലോ, എളുപ്പം അർജുൻ ശരി 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 ഓക്കെ സോറി എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി മാറി. അത് കഴിഞ്ഞ് കൃഷ്ണൻ അങ്ങോട്ട് ഇറങ്ങുകയും ഈ തേരങ്ങ് കത്തുകയും ഒരുമിച്ചായിരുന്നു. തേരങ്ങ് ഫുൾ കത്തിപ്പോയി. കാരണം ഈ തേരിൽ നിറയെ മന്ത്രങ്ങൾ ജപിച്ചിട്ടുള്ള പല ആഗ്നേയാസ്ത്രങ്ങളും അതും ഇതൊക്കെ തറച്ചിരിക്കുകയാണ്. പല യോദ്ധാക്കളും അന്നെല്ലാം ഈ മന്ത്രം ജപിച്ചിട്ടാണ് അമ്പ ചെയ്യുന്നത്. ഇത് സാധ്യമാണ്. ഇതൊക്കെ ഇപ്പോഴും സിദ്ധന്മാരായിട്ടുള്ള ആളുകൾക്ക് ഇതൊക്കെ സാധ്യമാണ്. ഒരു മന്ത്രം ജപിച്ചൊരു അമ്പ് എറിഞ്ഞാൽ അവിടെ കത്തുകയും ഒക്കെ ചെയ്യുന്ന സംഭവങ്ങളുണ്ട്. അപ്പം ഒബ്ജക്റ്റൊക്കെ നമ്മൾ മൂവ് ചെയ്ത് കാണിച്ചിട്ടുണ്ട് പലരെയും, ഇവിടെ വന്നിട്ടുള്ള ആൾക്കാർ മന്ത്രം ജപിച്ച്. ഇപ്പം ഇന്ന് പറഞ്ഞുകൊണ്ടൊരു ഉപാധി വെച്ചിട്ട് ചെയ്യുന്നതിൽ അന്നത്തെ മെയിനായ യുദ്ധമെല്ലാം അങ്ങനെയായിരുന്നു. അപ്പോൾ അവിടെ ബ്രഹ്മാസ്ത്രം എന്ന് പറയുന്നത് ഈ അറ്റബോംബ് പോലത്തെ ആണെന്നൊക്കെ ഒരു ശ്രുതിയുണ്ട്, റിസർച്ച് നടക്കുന്നു എന്നൊക്കെ പറയുന്നു. ശരിയാണോ തെറ്റാണോ, വാട്സപ്പ് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് കിട്ടിയതായതുകൊണ്ട് ശരിയാണോ തെറ്റാണോ എന്നറിയത്തില്ല. എനിവേ അവിടെ ഈ ബ്രഹ്മാസ്ത്രം പ്രയോഗിച്ച സ്ഥലത്ത് ഇപ്പോഴും ആ റേഡിയേഷൻ ഉണ്ടെന്നൊക്കെ പറയുന്നു. ഇതൊക്കെ ശരിയാണോ എന്നറിയില്ല. എനിവേ ഇങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളത് സത്യമാണ്. അപ്പോൾ അതുകൊണ്ട് ഈ യോഗവിദ്യ അല്ലെങ്കിൽ കൃഷ്ണന്റെ യോഗശക്തി കൊണ്ട്
ഇതുവരെ കത്തിപ്പോവാതെ നിർത്തിയിരിക്കുകയായിരുന്നു, സംരക്ഷിച്ചു. കൃഷ്ണൻ ഇറങ്ങിയാൽ ഇത് കത്തുമെന്നറിയാം, അതുകൊണ്ടാണ് കൃഷ്ണൻ പറഞ്ഞത് ഇറങ്ങാൻ. അർജുനൻ രണ്ടാമത് ഇറങ്ങിയിരുന്നെങ്കിൽ അർജുനൻ ഉൾപ്പെടെ കത്തിപ്പോയത്. അപ്പൊ എപ്പോഴും നമുക്ക് വരുന്ന ഒരു വിജയം പലരുടെയും ഈശ്വരന്റെയും അനുഗ്രഹങ്ങൾ കൊണ്ടാണെങ്കിലും നമ്മളുടെ ബിംബം അത് ചാടിക്കേറി അതിൻ്റെ ഉത്തരവാദിത്വം ഏറ്റെടുത്ത് ഞാൻ വലിയവനാണ് എന്ന് പറഞ്ഞ് ഈഗോ പരിപോഷിപ്പിക്കപ്പെടുന്ന ഒരു സിസ്റ്റമുണ്ട്. അപ്പോൾ അവിടെ ഈശ്വരൻ രണ്ടാമതായി മാറുന്നു, നമുക്ക് വിജയം ഒന്നാമതും, നമ്മളുടേതാവും അതിന് ക്രെഡിറ്റ്. ദേവി ഉപാസനയൊക്കെ ചെയ്ത് വിജയിച്ച കാര്യങ്ങളൊക്കെ നടന്നു കഴിയുമ്പോൾ എല്ലാവർക്കും വരുന്ന കുഴപ്പമാണ് ഇതിൻ്റെ ഈ വിജയത്തിൻ്റെ ക്രെഡിറ്റ് ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടല്ലേ, ദേവി എന്നെ സഹായിച്ചിട്ടുണ്ട് തീർച്ചയായിട്ടും, എന്നാലും ഞാൻ കഷ്ടപ്പെട്ടുകൊണ്ടല്ലേ, ഞാൻ എഫർട്ട് ഇട്ടുകൊണ്ടല്ലേ എന്നുള്ള ചിന്ത വരികയും ഈശ്വരന് രണ്ടാമത്തെ പ്രാധാന്യം വരികയും ചെയ്യുന്ന സമയത്ത് ദേവതയായിട്ടുള്ള സ്നേഹബന്ധം കട്ടായി പോകും. ഈഗോയാണ് അതിലെ ശത്രു എന്ന് പറഞ്ഞത്. നല്ലതായിട്ടും വലുതായിട്ടും ചീത്തയായിട്ടും ഒന്നിലും ഞാൻ മിടുക്കനാണ്, അല്ലെങ്കിൽ എന്നെ കൊണ്ട് ഒന്നിനും കൊള്ളത്തില്ല, ഇത് രണ്ടിലാണ് ആളുകൾ നിൽക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് ആ ഈഗോ അവിടെ വന്ന് പ്രാണനെ ബ്ലോക്ക് ചെയ്ത് ഡിവീറ്റ് ചെയ്ത് മാറ്റി ഈശ്വരനിൽ നിന്ന് ബാധകളിലേക്ക് മാറ്റുകയും ക്രമേണ ഇതറിയാതെ ആളുകൾ യജിക്കുന്ന എനർജി, പ്രാർത്ഥിക്കുന്ന ജപിക്കുന്ന എനർജി ബാധകളിലേക്ക് പോവുകയും ആ ബാധകൾ നമ്മളെ അറ്റാക്ക് ചെയ്യുകയും അതിലൂടെ നമുക്ക് നഷ്ടങ്ങൾ ഉണ്ടാക്കുകയും പരാജയങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും, ദുരിതങ്ങൾ ഉണ്ടാക്കുകയും ചെയ്യും. അപ്പോഴും അവിടെയും അങ്ങനെ വന്നാലും ദേവിയെ കുറ്റം പറയാതിരിക്കുക. ഇത്രയൊക്കെ ഞാൻ പ്രാർത്ഥിച്ചിട്ടും എനിക്കിതാണോ തരുന്നത് ദേവി എന്ന് ചോദിക്കുന്നവരുണ്ട്. ദേവിയല്ല നമുക്ക് ദുരിതം തരുന്നത്, ബാധകളാണ്, നമ്മളാണ് വഴിതെറ്റി പോകുന്നത്, അല്ലാതെ ദേവിയല്ല. നമ്മളെപ്പോഴും പെർഫെക്റ്റാണ്, ദേവിക്കാണ് കുറ്റം. ദേവിക്ക് ഈ ലോകം മുഴുവൻ കാത്തു സംരക്ഷിക്കുന്ന മഹാമായിക്ക് കുറ്റം പറയുന്നു നോക്കുമ്പോൾ എത്രമാത്രം അഹങ്കാരമുണ്ടെന്ന് ആലോചിച്ച് നോക്കി. ആ പദ്ധതിക്കാണ് കുറ്റം, ആചാര്യന്മാർക്ക് കുഴപ്പം, ശ്രീധരൻ നമ്പൂരിന്റെ കുഴപ്പമാണ്, അല്ലെ ദേവിയുടെ കുഴപ്പമാണ്, അല്ലെങ്കിൽ ഈ പദ്ധതിയുടെ കുഴപ്പമാണ്, ഋഷിമാരുടെ കുഴപ്പമാണെന്നുള്ള രീതിയിലാണ് സംസാരിക്കുന്നത് പലരും. ചില ആളുകളൊക്കെ, എല്ലാവരും അല്ല, ചില ആൾക്കാരൊക്കെ. അപ്പോൾ അത് തെറ്റിദ്ധാരണയാണ്. അവിടെ അഹങ്കാരം പാടില്ല. അവിടെ നമ്മൾ പറയണം നമ്മുടെ കുഴപ്പം, എൻ്റെ പിഴ, എൻ്റെ വലിയ പിഴ എന്ന് പറയണമെന്ന് ബൈബിളിൽ പറയുന്നോട്ട് പറയണം. എന്നിട്ട് ഞാനത് കറക്റ്റ് ചെയ്യണം. എൻ്റെ മിസ്റ്റേക്ക് ചിലപ്പോൾ ജപത്തിലുണ്ടാവുന്ന ചില പോരായ്മകളായിരിക്കാം. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ ആചാര്യന്മാരെ കോണ്ടാക്ട് ചെയ്യുക, നേരിട്ട് കാണുക, സംസാരിക്കുക, ഡൗട്ട് ക്ലിയർ ചെയ്യുക, റീകണക്ട് ചെയ്യുക, അല്ലെങ്കിൽ ചോറ്റാനിക്കരെ പോലുള്ള ക്ഷേത്രങ്ങളിൽ പോയിരിക്കുക, പാട്ടുകൾ കേൾക്കുക, ഇങ്ങനെ ദേവിയുടെ ഒരു പാട്ടിട്ട് ഡാൻസ് കളിക്കുക, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ ഇത് വളരെ ഗുണകരമായിട്ട് വീണ്ടും ആ കണക്ഷൻ റീകണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കും. അങ്ങനെ നല്ലൊരു അവസ്ഥയിലേക്ക് എത്തിച്ചേരാൻ സാധിക്കും. ഈ റീകണക്ഷൻ, ദേവിയായിട്ടുള്ള കണക്ഷൻ നഷ്ടപ്പെടാതെ ഉപാസിക്കാൻ സാധിക്കണം. ഇതിൽ ഉപാസനയിലെ പ്രായോഗികതയാണ് ഞാനീ പറയുന്നത്, പ്രായോഗിക കാര്യങ്ങളാണ്. അപ്പോൾ ഇതൊന്നും ചിലപ്പോൾ ബുക്കുകളിൽ കണ്ടോണമെന്നില്ല, നമ്മൾ ഇത് മനസ്സിലാക്കണം. അത് മനോമയ കോശത്തിൽ വരുന്ന ഇങ്ങനെയുള്ള പ്രശ്നം കൊണ്ടാണ് ഈ ബിംബത്തിലുണ്ടാകുന്ന പ്രശ്നം. മനോബിംബങ്ങളിൽ ഏതൊക്കെ ബിംബങ്ങൾ എപ്പോഴൊക്കെ പ്രവർത്തിക്കുന്നു നമ്മൾ ഒബ്സർവ് ചെയ്ത് ഒരു തിരിച്ചറിവോടുകൂടി വേണം ഉപാസിക്കാൻ. ഇല്ല ഇതിനകത്ത് ചില ബാധകളൊക്കെ കയറി വന്ന് പ്രവർത്തിച്ചിരിക്കും. നമുക്ക് ഉള്ളിൽ ഓരോന്ന് പറഞ്ഞു തരുന്നത് ചില നെഗറ്റീവ് എനർജികളായിരിക്കാം, ചുറ്റുമുണ്ടല്ലോ ഇതെല്ലാം. അവിടെ ദേവിയുടെ ബിംബം നഷ്ടപ്പെട്ടു പോവുകയും ഈ നെഗറ്റീവ് ബിംബങ്ങൾ വന്ന് പ്രവർത്തിക്കുകയും ചെയ്യും. നമ്മളിതറിയില്ല, കുറേ ദൂരം വായിക്കുന്നു. പക്ഷെ നമ്മൾ നേരത്തേലും കൂടുതൽ ജപിക്കുന്നുണ്ടാവും, ഒരു കാര്യമില്ല. എല്ലാം ഒരു വഴിപാട് പോലെ ആയിരിക്കും ചെയ്യുന്നത്. വഴിപാട് പോലെ എന്ന് പറച്ചിൽ തന്നെ വരുന്നത് എങ്ങനെ, ഒരു വഴിപാട് പോലെ എന്നാ പറയുന്നത്. അപ്പം അങ്ങനെ ചെയ്യുമ്പോൾ സ്വാഭാവികമായിട്ടും നമുക്കൊരിക്കലും ഈ പറഞ്ഞത് ഗ്രോത്തിലേക്ക് എത്താൻ സാധിക്കത്തില്ല. റീകണക്ഷൻ വളരെ പ്രധാനമാണ്. അത് ഈ നമ്മളിപ്പോൾ ലളിതാ സഹസ്രനാമത്തിൽ തന്നെ ലൈവായിട്ട് കയറുന്നതിന് വളരെ പ്രാധാന്യമുണ്ട്. റെക്കോർഡ് ചെയ്ത് കേൾക്കുന്ന വ്യത്യാസമുണ്ട്. അപ്പോൾ അതുകൊണ്ട് അടുത്ത ആഴ്ച മുതൽ എല്ലാ ആഴ്ചകളിലും ലൈവായിട്ട് നമ്മൾ ചെയ്യുന്ന എല്ലാ പ്രോഗ്രാംസും ലൈവായിട്ട് തന്നെ വരുന്ന പ്രോഗ്രാംസ് എല്ലാം അറ്റൻഡ് ചെയ്യണം. അങ്ങനെ അറ്റൻഡ് ചെയ്യുമ്പോൾ മാക്സിമം ആളുകളെ അറ്റൻഡ് ചെയ്യിക്കുകയും ചെയ്യും. ഒന്നിച്ചിരുന്ന് ജപിക്കണം. ഇതിനൊക്കെ ഒരു ബുദ്ധമണ്ഡലം ക്രിയേറ്റ് ചെയ്യപ്പെടുമ്പോൾ അതിൻ്റെതായ ഗുണം അവിടെ ഉണ്ടാവും. അതുകൊണ്ടാണ് കഴിവതും നമ്മൾ ഈ പ്രോഗ്രാം കാറിലിരുന്നാണെങ്കിൽ പോലും ലൈവായിട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുന്നത്. അത്യപൂർവ ഘട്ടത്തിൽ മാത്രമേ നമ്മൾ
ഇതുപോലെ റെക്കോർഡഡ് വീഡിയോസൊക്കെ പലതും പ്ലേ ചെയ്യുന്നുള്ളൂ. മാക്സിമം എല്ലാവരും ലൈവായിട്ട് തന്നെ ഈ യജ്ഞത്തിൽ പങ്കെടുക്കണം. എല്ലാവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ. ഉപാസന ശരിയായി ഭീതി വരാതെ അല്ലെങ്കിൽ തളർച്ച വരാതെ നിരാശരാവാതെ സക്സസ് മേ ബി ഡിലേ ബട്ട് നോട്ട് ഡിനേ എന്ന് പറയും. വിജയം താമസിച്ചേക്കാം, പക്ഷേ അവഗണിക്കപ്പെടില്ല. അപ്പം ഈ എബ്രഹാം ലിങ്കന്റെ ജീവിതമൊക്കെ നമുക്കറിയാം. ഒരുപാട് പരാജയങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം വിജയിച്ചിട്ടുള്ളത്. അങ്ങനെ വിജയിച്ചവരാരും വളരെ വേഗം വിജയിച്ചവരല്ല. നിരവധി പരാജയങ്ങൾക്ക് ശേഷമാണ് അവരൊക്കെ വിജയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് എത്ര തവണ പരാജയപ്പെടാനും നമുക്ക് പിടിച്ചു കയറാൻ പറ്റുന്ന ഒരു പിടിവള്ളി ദേവി നമ്മുടെ കൂടെ ഉള്ളപ്പോൾ നമ്മൾ ഒരു വിധത്തിലും ഭയക്കേണ്ടായ വിഷമിക്കേണ്ടതായിട്ടുള്ള കാര്യങ്ങളില്ല. അതുകൊണ്ട് ഇവിടെ ഇപ്പം എല്ലാവരും ഒരിക്കൽ കൂടി ഗ്രൂപ്പിലിട്ടിരിക്കുന്ന ആളുകൾക്ക് വേണ്ടിയിട്ട്, പേരും ഒക്കെ നാളൊക്കെ ഇട്ടിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് അവരുടെ പ്രതിസന്ധികൾ മാറാനും പ്രശ്നങ്ങൾ മാറാനും ഒക്കെ ആയിട്ട് നല്ല രീതിയിലൊന്ന് പ്രാർത്ഥിക്കുക. എന്നിട്ട് ജപം ആരംഭിക്കാം. ദേവി എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും വളരെ ഉറച്ച രീതിയിൽ സാധന ചെയ്ത് ജീവിത വിജയം, ആത്മസാക്ഷാത്കാരം ഒക്കെ നേടാൻ സാധിക്കട്ടെ എന്ന് ദേവിയോട് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. നമസ്തേ. ഓം ശ്രീലളിതാംബ ഗുരുപാദകം പൂജയാമി തർപ്പയാമി നമഃ. ഓം ഗം ഗണപതേ നമഃ. അസ്യ ശ്രീ ലളിതാ സഹസ്രനാമ സ്തോത്ര മഹാമന്ത്രസ്യ വശിന്യാദി വാഗ്ദേവതാ ഋഷയഃ അനുഷ്ടുപ് ഛന്ദഃ ശ്രീലളിതാ പരമേശ്വരീ ദേവതാ ശ്രീമദ്വാഗ്ഭവകൂടേതി ബീജം മധ്യകൂടേതി ശക്തിഃ ശക്തികൂടേതി കീലകം മൂലപ്രകൃതിരിതി ധ്യാനം ശ്രീലളിതാ മഹാത്രിപുരസുന്ദരി പ്രസാദ സിദ്ധിദ്വാരാ സകലചിന്തിത ഫലവ്യാപ്തർത്ഥേ ജപേ വിനിയോഗഃ. സിന്ദൂരാരുണ വിഗ്രഹാം ത്രിനയനാം മാണിക്യമൗലീ സ്ഫുരത് താരാനായകശേഖരാം സ്മിതമുഖീം ആപീനവക്ഷോരുഹാം പാണിഭ്യാം അളിപൂർണരത്നചഷകം രക്തോൽപലം ബിഭ്രതിം സൗമ്യാം രത്നഘടസ്ഥരക്തചരണാം ധ്യായേത് പരാമംബികാം. ധ്യായേത് പത്മാസനസ്ഥാം വികസിതവദനാം പത്മപത്രായദാക്ഷിം ഹേമാഭാം പീതവസ്ത്രാം കരകരിദലസത്ഹേമ പത്മാം വരാംഗീം സർവാലങ്കാരയുക്താം സതതമഭേദാം ഭക്തനമ്രാം ഭവാനിം ശ്രീവിദ്യാം ശാന്തമൂർത്തിം സകലസുരനുദാ സർവസമ്പത്പ്രദാത്രിം സകുങ്കുമവിലേപനാം അളികചുംബികസ്തൂരികാം സമന്തഹസിദേക്ഷണാം സസരജാപപാശാങ്കുശാം അശേഷജനമോഹിനീം അരുണമാല്യഭൂഷാം പരാം ജപാകുസുമഭാസുരാം ജപവിധൗ സ്മരേദംബികാം. അരുണാം കരുണാതരംഗിതാക്ഷിം ഹൃദപാശാങ്കുശപുഷ്പബാണചാപാം അണിമാദിഭിരാവൃതാം മയൂഖ്യൈഃ അഹമിത്യേവ വിഭാവേ ഭവാനിം. ഓം ശ്രീമാതാ ശ്രീമഹാരാജ്ഞി ശ്രീമത് സിംഹാസനേശ്വരി ചിദഗ്നികുണ്ഡസംഭൂതാ ദേവകാര്യസമുദ്യതാ
ഉദ്യത്ഭാനുസഹസ്രാഭാ ചതുർബാഹു സമന്വിത രാഗസ്വരൂപ പാസാഢ്യ ക്രോധാകാരാങ്കുശോജ്വല മനോരൂപേക്ഷു കോദണ്ഡ പഞ്ചതന്മാത്ര സായക നിജാരുണ പ്രഭാപൂരമജ്ജ ബ്രഹ്മാണ്ഡ മണ്ഡല ചമ്പകാശോക പുന്നാക സൗഗന്ധിക ലസത്കജ കുരുവിന്ദ മണിശ്രേണി കനത്കോടീരമണ്ഡിത അഷ്ടമീ ചന്ദ്ര വിഭ്രാജ ദളികസ്ഥല ശോഭിത മുഖചന്ദ്ര കളങ്കാഭ മൃഗനാഭിവിശേഷക വതനസ്മര മാംഗല്യ ഗൃഹതോരണ ചില്ലിക വക്ത്രലക്ഷ്മീ പരിവാഹ ചലന്മീനാഭലോചന നവചമ്പക പുഷ്പാഭ നാസാദണ്ഡ വിരാജിത താരാകാന്തി തിരസ്കാരി നാസാഭരണ ഭാസുര കദംബ മഞ്ജരീ ക്ലിപ്ത കർണപൂര മനോഹര താടങ്കൈകളീഭൂത തപനോടുപ മണ്ഡല പത്മരാഗശിലാദർശ പരിഭാവി കപോലഭൂഹു നവവിദ്രുമബിംബശ്രീ നെക്കാരിരദനച്ഛദ ശുദ്ധ വിദ്യാങ്കുരാകാര ദ്വിജപങ്ക്തിദ്വയോജ്വല കർപ്പൂര വീടികാമോദ സമാകർഷ ദിഗന്ധര നിജസല്ലാപ മാധുര്യ വിനിർഭത്സിത കച്ഛവി മന്ദസ്മിത പ്രഭാപൂരമജ്ജത് കാമേശ മാനസ അനാകലിത സാദൃശ്യ ചിബുക ശ്രീ വിരാജിത കാമേശബദ്ധമാംഗല്യ സൂത്ര ശോഭിത കന്ധര കനകാംഗദ കേയൂര കമനീയ ഭുജാന്വിത രത്നഗ്രൈവേയ ചിന്താകലോല മുക്താഫലാന്വിത കാമേശ്വര പ്രേമരത്ന മണിപ്രതിപണസ്തനീ നാഭ്യാലവാല രോമാളീലതാ ഫലകുജദ്വയീ ലക്ഷ്യരോമലദാധാരദാ സമുന്നേയ മധ്യമാ സ്തനഭാരതളന്മധ്യ പട്ടബന്ധവലിത്രയാ അരുണാരുണാ കൗസുംഭവസ്രഭാസ്വതി രത്നകിങ്കിണികാരമ്യ രസനാദാമഭൂഷിത കാമേശജ്ഞാത സൗഭാഗ്യമാർദ്ദവോരുദ്വയാനിത മാണിക്യമൗഡാകാരാജാനുദ്വയ വിരാജിത ഇന്ദ്രഗോപരിഷിപ്ത സ്മരത്തൂണാ ഭജംഘിക ഗുഡഗുൽഫാകൂർമ പൃഷ്ട ജയിഷ്ണു പ്രവദാന്വിത നഖദീധീരീ സജ്ജന്ന നമജ്ജനത്തമോ ഗുണ പദദ്വയ പ്രഭാജാല പരാകൃത സരോരുഹ സിഞ്ചാനമണിമഞ്ജീര മണ്ഡിത ശ്രീപദാംബുജ മരാളീ മന്ദഗമന മഹാലാവണ്യ സേവതിഃ സർവാരുണാനവദ്യാംഗീ സർവാഭരണഭൂഷിത ശിവകാമേശ്വരാംഗസ്ഥ ശിവാ സ്വാധീനവല്ലഭ സുമേരുമധ്യശൃംഗസ്ഥ ശ്രീമന്നഗരനായിക ചിന്താമണി ഗൃഹാന്തസ്ഥ പഞ്ചബ്രഹ്മാസനസ്ഥിത മഹാപത്മാടവീ സംസ്ഥ കദംബ വനവാസിനി സുധാസാഗരമധ്യസ്ഥ കാമാക്ഷി കാമദായിനി ദേവർഷീഗണസംഘാത സ്തൂയമാനാത്മവൈഭവ ഭണ്ഡാസുരവധോദ്യുക്ത ശക്തിസേനാ സമന്വിത സമ്പത്കരീ സമാരൂഢ സിന്ദുരവ്രജസേവിത അശ്വാരൂഢാധിഷ്ഠിതാശ്വകോടികോടിഭിരാവൃത ചക്രരാജരഥാരൂഢ സർവ ആയുധ പരിഷ്കൃത ഗേയചക്രരഥാരൂഢ മന്ത്രിണീ പരിസേവിത കിരിചക്രരഥാരൂഢദണ്ഡനാഥാ പുരസ്കൃത ജ്വാലാമാലിനികാക്ഷിപ്ത വന്യപ്രാകാരമധ്യക ഭണ്ഡസൈന്യമധോദ്യുക്ത ശക്തി വിക്രമഹർഷിത നിത്യാപരാക്രമാടോപ നിരീക്ഷണ സമുത്സുക ഭണ്ഡപുത്രവധോദ്യുക്ത ബാലാ വിക്രമനന്ദിത മന്ത്രിണ്യംബാവിരജിത വിശങ്കവദതോഷിത വിശുക്രപ്രാണഹരണ വാരാഹി വീര്യനന്ദിത കാമേശ്വര മുഖാലോക കൽപ്പിത ശ്രീഗണേശ്വര മഹാഗണേശ നിർഭിന്ന വിഘ്നേന്ദ്ര പ്രഹർഷിത ഭണ്ഡാസുരേന്ദ്ര നിർമുക്ത ശസ്ത്ര പ്രത്യസ്ത്രവർഷിണി കരാങ്കുലീനഖോൽപ്പന്ന നാരായണ ദശാകൃതി മഹാപാശുപതാസ്ത്രാക്ഷി നിർദ്ധക്താസുര സൈനിക കാമേശ്വരാസ്ത്ര നിർദ്ധക്ത സഭണ്ഡാസുര ശൂന്യക ബ്രഹ്മോപേന്ദ്ര മഹേന്ദ്രാദിദേവ സംസ്കൃത വൈഭവ ഹരനേത്രാഗ്നി സന്തക്ത കാമ സഞ്ജീവനൌഷധി ശ്രീമദ്വാഗ്ഭവഗൂഢൈക സ്വരൂപ മുഖപങ്കജ കണ്ടാധാകടിപര്യന്ത മധ്യഗൂഢസ്വരൂപിണി ശക്തിഗൂഢൈക താപന്യ കഠ്യതോ ഭാഗധാരിണി മൂലമന്ത്രാത്മിക മൂലഗൂഢത്രയകളേബര കുലാമൃതൈകരസിക കുലസങ്കേതപാലിനി കുലാംഗനാ കുലാന്തസ്ഥ കൗളിനി കുലയോഗിനി അകുലാ സമയാന്തസ്ഥ സമയാചാരതൽപര
മൂലാധാരൈക നിലയ ബ്രഹ്മഗ്രന്ഥി വിഭേദിനി മണിപൂരാന്തരുദിതാ വിഷ്ണുഗ്രന്ഥി വിഭേദിനി ആജ്ഞാചക്രാന്തരാളസ്ഥ രുദ്രഗ്രന്ഥി വിഭേദിനി സഹസ്രാരാംബുജാരൂഢ സുധാസാരാഭിവർഷിണി തടില്ലതാ സമരുചി ഷട്ചക്രോപരി സംസ്ഥിത മഹാശക്തി കുണ്ടലിനി വിസതന്തുതനീയസി ഭവാനി ഭാവനാഗമ്യ ഭവാരണ്യകുഠാരിക ഭദ്രപ്രിയ ഭദ്രമൂർത്തിർഭക്ത സൗഭാഗ്യദായിനി ഭക്തിപ്രിയ ഭക്തിഗമ്യ ഭക്തിവശ്യ ഭയാപഹ ശാംഭവീ ശാരദാരാധ്യ സർവാണി സർവദായിനി ശാംഖരി ശ്രീകരി സാധ്വി ശരച്ചന്ദ്ര നിഭാനന സാദോദരി ശാന്തിമതി നിരാധാര നിരഞ്ജന നിർലേപ നിർമ്മല നിത്യ നിരാകാര നിരാകുല നിർഗുണ നിഷ്കള ശാന്ത നിഷ്കാമ നിരുപപ്ലവ നിത്യമുക്ത നിർവികാര നിഷ്പ്രപഞ്ച നിരാശ്രയ നിത്യശുദ്ധ നിത്യബുദ്ധ നിരവധ്യ നിരന്തര നിഷ്കാരണ നിഷ്കളങ്ക നിരുപാധിർ നിരീശ്വര നീരാകാരാഗമദന നിർമ്മദാമദനാശിനി നിശ്ചിന്ത നിരഹങ്കാര നിർമോഹ മോഹനാശിനി നിർമ്മമാ മമതാഹന്ത്രി നിഷ്പാപ പാപനാശിനി നിഷ്ക്രോധ ക്രോധശമനി നിർലോഭ ലോഭനാശിനി നിസ്സംശയ സംശയഗ്നി നിർഭവാ ഭവനാശിനി നിർവികൽപ നിരാബാധ നിർഭേദ ഭേദനാശിനി നിർനാശ മൃത്യുമഥിനി നിഷ്ക്രിയ നിഷ്പരിഗ്രഹ നിസ്തൂല നീലജിഗുര നിരപായ നിരത്യയ ദുർലഭ ദുർഗമ ദുർഗ ദുഃഖഹന്ത്രി സുഖപ്രദ ദുഷ്ടദുരാ ദുരാചാര ശമനി ദോഷവർജിത സർവജ്ഞ സാന്ദ്രകരുണ സമാനാധികവർജിത സർവശക്തിമയീ സർവമംഗള സദ്ഗതിപ്രദ സർവേശ്വരീ സർവമയീ സർവമന്ത്രസ്വരൂപിണി സർവയന്ത്രാത്മിക സർവതന്ത്രരൂപാ മനോന്മണി മാഹേശ്വരി മഹാദേവി മഹാലക്ഷ്മിർമൃഡപ്രിയ മഹാരൂപ മഹാപൂജ്യ മഹാപാതകനാശിനി മഹാമായ മഹാസത്വ മഹാശക്തിർമഹാരഥി മഹാഭോഗ മഹൈശ്വര്യ മഹാവീര്യ മഹാബല മഹാബുദ്ധിർമഹാസിദ്ധിർമഹായോഗീശ്വരേശ്വരി മഹാതന്ത്ര മഹാമന്ത്ര മഹായന്ത്ര മഹാസന മഹായാഗക്രമാരാധ്യ മഹാഭൈരവപൂജിത മഹേശ്വര മഹാകൽപ മഹാതാണ്ഡവ സാക്ഷിണി മഹാകാമേശ മഹിഷി മഹാത്രിപുര സുന്ദരി ചതുഷ്ഷ്ടിപദാരാധ്യ ചതുഷ്ഷ്ടികലാമയീ മഹാചതുഷ്ഷ്ടികോടി യോഗിനീ ഗണസേവിത മനുവിദ്യ ചന്ദ്രവിദ്യ ചന്ദ്രമണ്ഡല മധ്യക ചാരുരൂപ ചാരുഹാസ ചാരുചന്ദ്രകലാധര ചരാചര ജഗന്നാഥ ചക്രരാജനികേതന പാർവതീ പത്മനയന പത്മരാഗ സമപ്രഭ പഞ്ചപ്രേതാസനാസീന പഞ്ചബ്രഹ്മസ്വരൂപിണി ചിന്മയീ പരമാനന്ദ വിജ്ഞാന ഘനരൂപിണി ധ്യാനധ്യാതൃധ്യേയരൂപ ധർമാധർമ്മ വിവർജിത വിശ്വരൂപ ജാഗരണി സുബന്ധി തൈജസാത്മിക സുപ്ത പ്രാജ്ഞാത്മിക തുര്യ സർവാവസ്ഥ വിവർജിത സൃഷ്ടികർत्री ബ്രഹ്മരൂപ ഗോത്രി ഗോവിന്ദരൂപിണി സംഹാരിണി രുദ്രരൂപ തിരോധാനഗരീശ്വരി സദാശിവാനുഗ്രഹദ പഞ്ചകൃത്യപരായണ ഭാനുമണ്ഡല മധ്യസ്ഥ ഭൈരവീ ഭഗമാലിനി പത്മാസന ഭഗവതി പത്മനാഭ സഹോദരി ഉന്മേഷ നിമിഷോൽപ്പന്ന വിപന്ന ഭുവനാവലി സഹസ്രശീർഷവദന സഹസ്രാക്ഷി സഹസ്രപാദ് ആ ബ്രഹ്മകീടജനനി വർണ്ണാശ്രമ വിധായിനി നിജാജ്ഞാരൂപ നിഗമ പുണ്യ പുണ്യ ഫലപ്രദ ശ്രുതി സീമന്ത സിന്ദൂരീകൃത പാദാബ്ജ ധൂളിക സകലാഗമ സന്തോഷ ശുക്തി സമ്പുടമൗക്തിക പുരുഷാർത്ഥ പ്രദാപൂർണ ഭോഗിനി ഭുവനേശ്വരി അംബികാനാദിനിധന ഹരിബ്രഹ്മേന്ദ്ര സേവിത നാരായണീ നാദരൂപ നാമരൂപ വിവർജിത ഹ്രീങ്കാരി ഹ്രീമതി ഹൃദ്യ ഹേയോപാദേയ വർജിത രാജരാജാർച്ചിത രാജ്ഞീ രമ്യ രാജീവലോചന രഞ്ജിനി രമണീരസ്യാരണ കിങ്കിണി മേഖല രമാരാഗേന്ദുവദന ഋതുരൂപാരതിപ്രിയ രക്ഷാകരീ രാക്ഷസഗ്നി രാമ രമണലംബട കാമ്യ കാമകലാരൂപ കദംബ കുസുമപ്രിയ കല്യാണി ജഗദീഗന്ധ കരുണാരസസാഗര കലാവതി കലാലാപാകാന്ത കാദംബരി പ്രിയ വരദാ വാമനയന വാരുണീ മദവിഹ്വല വിശ്വാധികാ വേദവേദ്യ വിന്ധ്യാചല നിവാസിനി വിധാത്രീ വേദജനനി വിഷ്ണുമായ വിലാസിനി ക്ഷേത്രസ്വരൂപ ക്ഷേത്രേശി ക്ഷേത്രജ്ഞപാലിനി
ക്ഷയവൃദ്ധിവിനുർമുക്ത ക്ഷേത്രപാല സമർച്ചിത വിജയാ വിമലാ വന്ദ്യ വന്ദാരു ജനവത്സല വാഗ്വാദനീ വാമകേശി വന്യമണ്ഡലവാസിനി ഭക്തിമൽക്കൽപ്പലതികാ പശുപാശ വിമോചിനി സംഹൃതാശേഷവാഷണ്ട സദാചാര പ്രവർത്തിക താപത്രയാഗ്നി സന്തപ്ത സമാഹ്ലാദന ചന്ദ്രിക തരുണീ താപസാരാധ്യ തനുമധ്യാതമോപഹ ചിരീസ്തത്പദലക്ഷ്യാത്ത ചിരേകരസ്വരൂപിണി സ്വാത്മാനന്ദവിഭൂത ബ്രഹ്മാദ്യാനന്ദ സന്തതി പരാപ്രത്യക്ചിദ്രൂപ പശ്യന്തി പരദേവത മധ്യമാ വൈഖരീരൂപ ഭക്തമാനസഹംസിക കാമേശ്വര പ്രാണനാഡീ കൃതജ്ഞ കാമപൂജിത ശൃംഗാരരസ സമ്പൂർണ ജയ ജാലന്ധരസ്ഥിത ഓഢ്യാണപീഠനിലയ ബിന്ദുമണ്ഡലവാസിനി രഹോയാഗക്രമാരാധ്യ രഹസ്തർപ്പണതർപ്പിത സദ്യപ്രസാദിനി വിശ്വസാക്ഷിണി സാക്ഷിവർജിത ഷഡംഗദേവതായുക്ത ഷഡ്ഗുണ്യ പരിപൂരിത നിത്യക്ലിന്ന നിരുപമാ നിർവാണ സുഖദായിനി നിത്യഷോഡശികാരൂപ ശ്രീകണ്ഠാർത്ഥശരീരിണി പ്രഭാവതി പ്രഭാരൂപ പ്രസിദ്ധ പരമേശ്വരി മൂലപ്രകൃതിരവ്യക്ത വ്യക്ത വ്യക്തസ്വരൂപിണി വ്യാപിനി വിവിധാകാര വിദ്യാ വിദ്യാസ്വരൂപിണി മഹാകാമേശനയന കുമുദാഹ്ലാദ കൗമുദി ഭക്തഹാർദത്തമോഭേദ ഭാനുമത്ഭാനുസന്തതി ശിവദൂതി ശിവാരാധ്യ ശിവമൂർത്തി ശിവങ്കരി ശിവപ്രിയ ശിവപരാ ശിഷ്ടേഷ്ട ശിഷ്ടപൂജിത അപ്രമേയ സുപ്രകാശ മനോവാചാമഗോചര ചിച്ചക്തിചേതനാരൂപ ജഡച്ചക്തിർജഡാത്മിക ഗായത്രി വ്യാഹൃതി സന്ധ്യ നിജവൃന്ദദിഷേവിത തത്വാസന തത്വമയീ പഞ്ചഘോഷാന്തരസ്ഥിത നിസ്സീമ മഹിമാ നിത്യ യൗവനാമദശാലിനി മദഘൂർണിതരക്താക്ഷി മദപാടല ഗണ്ഡഭൂഹു ചന്ദനദ്രവ വിക്താംഗീ ചാമ്പേയ കുസുമപ്രിയ കുശലാ കോമളാകാര ഗുരുകുല്ലാകുലേശ്വരി കുളകുണ്ടാലയാ ഗൗള മാർഗതൽപര സേവിത കുമാരഗണനാഥാംബ തുഷ്ടിപുഷ്ടിർമദൃഥിതി ശാന്തി സ്വസ്തിമതി കാന്തിത് നന്ദിനി വിഘ്നനാശിനി തേജോപതി ത്രിനയന ലോലാക്ഷി കാമരൂപിണി മാലിനി ഹംസിനി മാതാ മലയാചലവാസിനി സുമുഖി നളിനി സുഭ്രു ശോഭനാ സുരനായിക കാലകണ്ഡി കാന്തിമതി ക്ഷോഭിണി സൂക്ഷ്മരൂപിണി വജ്രേശ്വരി വാമദേവി വയോവസ്ഥാ വിവർജിത സിദ്ധേശ്വരി സിദ്ധവിദ്യ സിദ്ധമാതാ യശസ്വിനി വിശുദ്ധിചക്രനിലയാ രക്തവർണാ ത്രിലോചന ഖഡ്ഗംഗാദിപ്രഹരണ വദനൈക സമന്വിത പായസാന്നപ്രിയാ ത്വക്സ്ഥ പശുലോകഭയങ്കരി അമൃതാദിമഹാശക്തി സമൃത ഡാകിനീശ്വരി അനാഹതാബ്ജനിലയാ ശ്യാമാഭാവദനദ്വയാ ദംഷ്ട്രോജ്വലാക്ഷമാലാദിധരാ രുദ്ര സംസ്ഥിത കാളരാത്യാദിശക്ത്യൗഖവൃത സ്നിഗ്ധൗദനപ്രിയ മഹാവീരേന്ദ്രവരദ രാഗിണ്യംബാസ്വരൂപിണി മണിപൂരാബ്ജനിലയാ വദനത്രയ സംയുത വജ്രാദികായുധോപേത ഡാമര്യാദിഭിരാവൃത രക്തവർണാമാംസനിഷ്ഠ ഗുഢാന പ്രീതമാനസ സമസ്ത ഭക്ത സുഖദ ലാകിന്യംബാസ്വരൂപിണി സ്വാദിഷ്ടാനാംബുജഗദ ചതുർഭക്ത മനോഹര ശൂലാദ്യായുധ സമ്പന്ന പീതവർണാദിഗർവിത മേധോനിഷ്ഠ മധുപ്രീത ബന്ധിന്യാദി സമന്വിത ദധ്യന്നാസക്ത ഹൃദയ കാകിനി രൂപധാരിണി മൂലാധാരാംബുജാരൂഢ പഞ്ചവക്ത്രാസ്തി സംസ്ഥിത അങ്കുശാദിപ്രഹരണ വരദാദി നിഷേവിത മുഗ്ധൗദനാസക്തയുക്ത സാകിന്യാംബാസ്വരൂപിണി ആജ്ഞാചക്രാർജുനലയ ശുക്ലവർണാഷടാനന മജ്ജാ സംസ്ഥാഹംസവതി മുഖ്യശക്തി സമന്വിത ഹരിദ്രാനൈകരസിക ഹാഗിനി രൂപധാരിണി സഹസ്രദളപത്മസ്ഥ സർവവർണോപശോഭിത സർവ ആയുധധര ശുക്ല സംസ്ഥിത സർവതോമുഖി സർവോദന പ്രീതയുക്ത യാകിന്യാംബാസ്വരൂപിണി സ്വാഹാ സദാ മധുർമേധ ശ്രുതി സ്മൃതിനുത്തമ പുണ്യകീർത്തി പുണ്യലഭ്യ പുണ്യശ്രവണകീർത്തന പുലോമജാർച്ചിതാബന്ധമോചിനി ബർബരാളക വിമർശരൂപിണി വിദ്യ വേദാദി ജഗത്പ്രസു സർവവ്യാധിപ്രശമനി സർവമൃത്യുനിവാരിണി അഗ്രഗണ്യാചിന്യരൂപാ കലികൽമഷനാശിനി കാത്യായനി കാലഹന്ത്രി കമലാക്ഷ നിഷേവിത താംബൂലപൂരിതമുഖി ദാഡിമീ കുസുമപ്രഭ മൃഗാക്ഷി മോഹിനി മുഖ്യ മൃഡാനി മിത്രരൂപിണി നിത്യതൃപ്ത ഭക്തനിധി നിയന്ത്രി നിഖിലേശ്വരി മൈത്രാദിവാസനാലഭ്യ മഹാപ്രളയ സാക്ഷിണി പരാശക്തി പരാനിഷ്ഠ പ്രജ്ഞാനഘനരൂപിണി
മാധീപാനലസാമത്ത മാതൃകാവർണരൂപിണി മഹാകൈലാസ നിലയ മൃണാള മൃദുദോർലത മഹനീയാദയാമൂർത്തി മഹാസാമ്രാജ്യശാലിനി ആത്മവിദ്യ മഹാവിദ്യ ശ്രീവിദ്യ കാമസേവിത ശ്രീ ഷോഡശാക്ഷരീ വിദ്യ ത്രികൂട കാമകോടിക കടാക്ഷകിങ്കരീഭൂത കമലാകോടി സേവിത ശിരസ്ഥിത ചന്ദ്രനിഭ ഭാലസ്ഥേന്ദ്രധനുപ്രഭ ഹൃദയസ്ഥാര വിപ്രഖ്യ ത്രികോണാന്തര ദീപിക ദാക്ഷായണീ ദൈത്യഹന്ത്രി ദക്ഷയജ്ഞവിനാശിനി ധരാന്തോളിത ദീർഘാശീധരഹാസോജ്വലന്മുഖി ഗുരുമൂർത്തി ഗുണനിധി ഗോമാത ഗുഹജന്മഭൂ ദേവേശി ദണ്ഡനിധിസ്ഥാ ദഹരാകാശരൂപിണി പ്രതിപന്മുഖ്യാരാകാന്തസ്ഥിതി മണ്ഡല പൂജിത കലാത്മിക കലാനാഥ കാവ്യാലാപ വിനോദിനി സചാമര രമാവാണി സവ്യദക്ഷിണ സേവിത ആദിശക്തിരമേ ആത്മാ പരമാ പാവനാകൃതി അനേക കോടി ബ്രഹ്മാണ്ഡ ജനനി ദിവ്യ വിഗ്രഹ ക്ലിംഗാരി കേവല ഗുഹ്യ കൈവല്യ പദദായിനി ത്രിപുരാ ജഗത്വന്ദ്യ ത്രിമൂർത്തി ത്രിദശേശ്വരി രക്ഷരീ ദിവ്യഗന്ധാഢ്യ സിന്ദൂര തിലകാഞ്ചിത ഉമാശൈലേന്ദ്രതനയ ഗൗരി ഗന്ധർവസേവിത വിശ്വഗർഭ സ്വർണഗർഭ വരദ വാഗതീശ്വരി ധ്യാനഗമ്യ പരിച്ഛേദ ജ്ഞാനദാ ജ്ഞാന വിഗ്രഹ സർവവേദാന്ത സംവേദ്യ സത്യാനന്ദ സ്വരൂപിണി ലോപാമുദ്രാർച്ചിത ലീലാക്ലിപ്ത ബ്രഹ്മാണ്ഡ മണ്ഡല അദൃശ്യ അദൃശ്യരഹിത വിജ്ഞാത്രി വേദ്യവർജിത യോഗിനി യോഗദാ യോഗ്യ യോഗാനന്ദ യുഗന്ധര ഇച്ഛാശക്തി ജ്ഞാനശക്തി ക്രിയാശക്തി സ്വരൂപിണി സർവാധാര സുപ്രതിഷ്ഠ സദസദ്രൂപധാരിണി അഷ്ടമൂർത്തി അജാജൈത്രി ലോകയാത്രാ വിധായിനി ഏകാഗ്നി ഭൂമരൂപ നിർദ്വൈത ദ്വൈതവർജിത അന്നദാ വസുധാ വൃദ്ധ ബ്രഹ്മാത്മൈക്യസ്വരൂപിണി ബൃഹതി ബ്രാഹ്മണി ബ്രാഹ്മി ബ്രഹ്മാനന്ദ ബലിപ്രിയ ഭാഷാരൂപ ബൃഹത്സേന ഭാവ ഭാവ വിവർജിത സുഖാരാധ്യ ശുഭകരി ശോഭന സുലഭാഗതി രാജരാജേശ്വരി രാജ്യദായിനി രാജ്യവല്ലഭ രാജകൃപാ രാജപീഠ നിവേശിതാശ്രിത രാജ്യലക്ഷ്മി കോശനാഥ ചതുരംഗബലേശ്വരി സാമ്രാജ്യദായിനി സത്യസന്ധ സാഗരമേഖല ദീക്ഷിതാ ദൈത്യശമനി സർവലോകവശങ്കരി സർവാർത്ഥദാത്രി സാവിത്രി സച്ചിദാനന്ദരൂപിണി ദേശകാലാപരിച്ഛിന്ന സർവദാ സർവമോഹിനി സരസ്വതി ശാസ്ത്രമയി ഗുഹാംബ ഗുഹ്യരൂപിണി സർവോപാധി വിനിർമുക്ത സദാശിവപതിവ്രത സമ്പ്രദായേശ്വരി സാധ്വി ഗുരുമണ്ഡലരൂപിണി കുലോത്തീർണ ഭഗാരാധ്യ മായ മധുമതീമഹി ഗണാംബ ഗുഹ്യകാരാധ്യ കോമളാംഗി ഗുരുപ്രിയ സ്വതന്ത്ര സർവതന്ത്രേശി ദക്ഷിണാമൂർത്തിരൂപിണി സനകാദി സമാരാധ്യ ശിവജ്ഞാനപ്രദായിനി ചിത്കലാനന്ദകലിക പ്രേമരൂപ പ്രിയങ്കരി നാമപാരായണ പ്രീത നന്ദി വിദ്യാ നടേശ്വരി മിഥ്യാ ജഗദധിഷ്ഠാന മുക്തിദാ മുക്തിരൂപിണി ലാസ്യപ്രിയ ലേഖരി ലജ്ജാരംഭാതിവന്ദിത ഭവതാവസുധാ വൃഷ്ടി പാപാരണ്യദവാനല ദൗർഭാഗ്യത്തുലവാതൂല ജരാധ്വാന്തര വിപ്രഭ ഭാഗ്യാബ്ധിചന്ദ്രികാ ഭക്തചിത്തകേകീഖനാഖന രോഗപർവതദംഭോളി മൃത്യുദാരുകുഠാരിക മഹേശ്വരി മഹാകാളി മഹാഗ്രാസ മഹാശന അപർണ ചണ്ഡികാ ചണ്ഡമുണ്ടാസുര നിഷൂദിനി ക്ഷരാക്ഷരാത്മിക സർവലോകേശി വിശ്വധാരിണി ത്രിവർഗധാത്രി സുഭഗ ത്രംബക ത്രിഗുണാത്മിക സ്വർഗാപവർഗദാ ശുദ്ധ ജപ പുഷ്പനിഭാകൃതി ഓജോപരീതുദിദ്ധര യജ്ഞരൂപ പ്രിയവ്രത ദുരാരാധ്യ ദുരാധർഷ പാടലി കുസുമപ്രിയ മഹതീ മേരുനിലയ മന്ദാര കുസുമപ്രിയ വീരാരാധ്യ വിരാട് രൂപ വിരജ വിശ്വതോമുഖി പ്രത്യഗ്രൂപ പരാകാശ പ്രാണദ പ്രാണരൂപിണി മർത്താണ്ഡ ഭൈരവാരാധ്യ മന്ത്രണ്യസ്ഥിരാധ്യതൂഹു ത്രിപുരീശി ജയസ്തേന നിത്രൈ ഗുണ്യാപരാപര സത്യജ്ഞാനാനന്ദരൂപ സാമരസ്യ പരായണ കബർദിനി കലാമാല കാമധൂക്കാമരൂപിണി കലാനിധി കാവ്യകലാരസജ്ഞ രസസേവതി പുഷ്ടാ പുരാതന പൂജ്യ പുഷ്കര പുഷ്കരേക്ഷണ പരം ജ്യോതി ഭരന്ധാമ പരമാണുപരാത്പര പാശഹസ്ത പാശഹന്ത്രി പരമന്ത്ര വിഭേദിനി മൂർത്താമൂർത്ത നിത്യ തൃപ്ത മുനിമാനസ ഹംസിക സത്യപ്രദ സത്യരൂപ സർവന്തര്യാമണി സതി ബ്രഹ്മാണി ബ്രഹ്മജനനി ബഹുരൂപാ ബുധാർച്ചിത പ്രസവിത്രി പ്രചണ്ഡാജ്ഞ പ്രതിഷ്ഠ പ്രകടാകൃതി പ്രാണേശ്വരി പ്രാണധാത്രി പഞ്ചാശത് പീഠരൂപിണി വിശൃംഖലാ വിവിക്തസ്ഥ വീരമാതാ വിയൽപ്രസുഃ മുകുന്ദ മുക്തിനിലയ മൂല വിഗ്രഹരൂപിണി
ഭാവജ്ഞാ ഭവരോഗഗ്നി ഭവചക്രപ്രവർത്തിനി ഛന്ദസാര ശാസ്ത്രസാര മന്ത്രസാര തലോദരി ഉദാരകീർത്തിരുദ്ധാമ വൈഭവ വർണ്ണരൂപിണി ജന്മമൃത്യുജരാതപ്ത ജനവിശ്രാന്തിദായിനി സർവോപനിഷാദുൽകുഷ്ട ശാന്ത്യാതീത കലാത്മിക ഗംഭീര ഗഗനാന്തസ്ഥ ഗർവിത ഗാനലോലുപ കൽപ്പനാരഹിത കാഷ്ട കാന്ത കാന്താർത്ഥ വിഗ്രഹ കാര്യകാരണ നിർമുക്ത കാമകേളിതരംഗിത കനൽക്കനകതാടങ്കാലീല വിഗ്രഹധാരിണി അജാക്ഷേപനിർമുക്ത മുക്ത ക്ഷിപ്രപ്രസാദിനി അന്തർമുഖ സമാരാധ്യ ബഹിർമുഖ സുദുർലഭ ത്രയീതൃവർഗനിലയ തൃസ്ഥ ത്രിപുരമാലിനി നിരാമയ നിരാലംബ സ്വാത്മാ രാമാ സുധാ സതി സംസാരഭംഗ നിർമ്മഗ്ന സമുദ്ധരണ പണ്ഡിത യജ്ഞപ്രിയ യജ്ഞഗത്തി യജമാനസ്വരൂപിണി ധർമാധാരാധനാധ്യക്ഷ ധനധാന്യ വിവർദ്ധിനി വിപ്രപ്രിയ വിപ്രരൂപ വിശ്വഭ്രമണകാരിണി വിശ്വഗ്രാസ വിദ്രുമാഭ വൈഷ്ണവി വിഷ്ണുരൂപിണി അയോനിർയോനി നിലയ കുടസ്ഥ കുലരൂപിണി വീരഗോഷ്ഠിപ്രിയ വീര നൈഷ്കർമ്മ്യനാഥരൂപിണി വിജ്ഞാനകലനാ കല്യ വിദഗ്ധ ബൈന്ധവാസന തത്വാധികാതത്വമയീ തത്വമർത്ഥസ്വരൂപിണി സാമഗാനപ്രിയ സൗമ്യ സദാശിവകുടുംബിനി സവ്യാപസവ്യമാർഗസ്ഥ സർവ ആപദ്ധിതിവാരിണി സ്വസ്ഥാ സ്വഭാവമധുര ധീരാധീര സമർച്ചിത ചൈതന്യാർഘ്യ സമാരാധ്യ ചൈതന്യ കുസുമപ്രിയ സദോദിത സദാ തുഷ്ട തരുണാദിത്യ പാടല ദക്ഷിണാരാധ്യ ധരസ്മേര മുഖാംബുജ കൗലിനി കേവലാനർഘ്യ കൈവല്യ പദദായിനി സ്തോത്രപ്രിയ സ്തുതിമതി ശ്രുതി സംസ്കൃത വൈഭവ മനസ്വിനി മാനവതി മഹേഷി മംഗളാകൃതി വിശ്വമാതാ ജഗദ്ധാത്രി വിശാലാക്ഷി വിരാഗിണി പ്രഗൽഭ പരമോദാര പരാമോദ മനോമയി വ്യോമകേശി വിമാനസ്ഥ വജ്രിണി വാമകേശ്വരി പഞ്ചയജ്ഞപ്രിയ പഞ്ചഭേദ മഞ്ചാതിശായിനി പഞ്ചമീ പഞ്ചഭൂതേശി പഞ്ചസംഖ്യോപചാരിണി ശാശ്വതി ശാശ്വതൈശ്വര്യ സർമദാ ശംഭുമോഹിനി ധരാധരസുധാധന്യ ധർമ്മിണി ധർമ്മവർദ്ധിനി ലോകാതീത ഗുണാതീത സർവാതീത ശമാത്മിക ബന്ധുക കുസുമപ്രഖ്യ ബാലാ ലീലാ വിനോദിനി സുമംഗലി സുഖകരി സുവേഷാഢ്യ സുവാസിനി സുവാസന്നർച്ചന പ്രീത ശോഭനാ ശുദ്ധമാനസ ബിന്ദുതർപ്പണ സന്തുഷ്ട പൂർവജ ത്രിപുരാംബിക ദശമുദ്ര സമാരാധ്യ ത്രിപുരാ ശ്രീവശങ്കരി ജ്ഞാനമുദ്ര ജ്ഞാനഗമ്യ ജ്ഞാനജ്ഞേയ സ്വരൂപിണി യോനിമുദ്ര ത്രികണ്ഠേശി ത്രിഗുണാംബ ത്രികോണക അനഘാത്ഭുത ചാരിത്ര വാഞ്ചിതാർത്ഥപ്രദായിനി അഭ്യാസാദിശേജ്ഞാത ഷഡധ്വാതീതരൂപിണി അവ്യാജകരുണാമൂർത്തി ജ്ഞാനധ്വാന്ത ദീപിക ആബാല ഗോപ വിവിധ സർവാനുല്ലംഘ്യ ശാസന ശ്രീചക്രരാജനിലയ ശ്രീമത് ത്രിപുരസുന്ദരി ശ്രീ ശിവ ശിവശക്തിൈക്യരൂപിണി ലളിതാംബിക ഏവം ശ്രീലളിതാദേവ്യാം നാംനാം സാഹസ്രകം ജഗു ഇതി ശ്രീലളിതാ സഹസ്രനാമസ്തോത്രം സമ്പൂർണം. ഓം ശ്രീലളിതാംബികായൈ നമഃ. ഓം പരാശക്തിയൈ നമഃ. ഓം ശ്രീ ഗുരുഭ്യോ നമഃ. അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം മമ. തസ്മാത് കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വര. രക്ഷ രക്ഷ മഹേശ്വരി. രക്ഷ രക്ഷ കരുണാമയി. രക്ഷ രക്ഷ ജഗദീശ്വരി. കായേന വാചാ മനസേന്ദ്രിയൈർവാ ബുദ്ധ്യാത്മനാ വാ പ്രകൃതേ സ്വഭാവാത് കരോമി യദ്യത് സകലം പരസ്മൈ നാരായണായേതി സമർപ്പയാമി. ഓം ശാന്തി ശാന്തി ശാന്തി. കരചരണകൃതം വാ കായജം കർമ്മജം വാ ശ്രവണനയനജം വാ മാനസം വാപരാധം വിഹിതമവിഹിതം വ സർവമേതക്ഷമസ്വ. ശിവ ശിവ കരുണാബ്ധേ ശ്രീ മഹാദേവ ശംഭോ. സ്വസ്തി പ്രജാഭ്യ പരിപാലയന്താം
ന്യായേണ മാർഗേണ മഹിം മഹീശ. ഗോബ്രഹ്മണേഭ്യോ ശുഭമസ്തു നിത്യം. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. സർവലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.